ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി ദില്ലിയിൽ നിർണായക നീക്കം. മാത്യു കുഴൽനാടൻ ദില്ലിയിലെ വസതിയിലെത്തി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. KC പക്ഷത്ത് നിന്ന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പ്രധാന നേതാക്കളിൽ ഒരാളാണ് മാത്യു കുഴൽനാടൻ. മുതിർന്ന നേതാക്കളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ചർച്ചകൾ പൂർത്തിയാക്കി അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് നീക്കം. നോബൽ മാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, മാത്യു കുഴൽനാടൻ മന്ത്രിസഭയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അതുണ്ടായില്ല. ഇപ്പോൾ മാത്യു കുഴൽനാടൻ സഭയുടെ പ്രതിനിധിയാണ്, ഒപ്പം തന്നെ വേണമെങ്കിൽ സഭയ്ക്ക് താല്പര്യമുള്ള നേതാവാണ്. KC പക്ഷമാണ്. മാത്യു കുഴൽനാടൻ ചെറുപ്പക്കാരനാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്തുകൊണ്ടും പരിഗണിക്കാവുന്ന പേരുകളിൽ ഒന്നാണ്. അതേപോലെ ബെന്നി ബെഹനാൻ, കുടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ, അങ്ങനെ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. മാത്യു കുഴൽനാടൻ ദില്ലിയിലെത്തി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. നീക്കം വളരെ സ്ട്രോങ് ആണ് അല്ലേ? അരുൺ, കേരളത്തിലെ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളാണ് ദില്ലിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. പ്രത്യേകിച്ച് MP-മാർ പലരും ഈ മത്സരത്തിൽ മുന്നിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലുണ്ട്, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, ആന്റോ ആന്റണി ഉണ്ട്, ഒപ്പം MLA-മാരായി മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകളുണ്ട്, ഒപ്പം ജോസഫ് വാഴക്കനെ പോലുള്ള ആളുകളുടെ പേരുകൾ സജീവമായി തന്നെ ചർച്ചയിൽ ഉണ്ട്. അതിനിടെയാണ് ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ച ഇന്നലെ ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നത്. ദില്ലിയിൽ KC വേണുഗോപാലിന്റെ വസതിയിൽ എത്തിയാണ് മാത്യു കുഴൽനാടൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഉച്ചഭക്ഷണത്തോടുകൂടി കൂടിക്കാഴ്ചയായിരുന്നു നടന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KPCC അധ്യക്ഷ ചർച്ചകൾ ഹൈക്കമാൻഡും വേഗത്തിലാക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം ഈ മാസം 13-ന് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാം എന്ന തീരുമാനത്തിലേക്കാണ് ഹൈക്കമാൻഡും എത്തിയിരിക്കുന്നത്. ദീപാദാസ് മുൻഷിയോട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ള ആളുകളിൽ നിന്ന് വിശദാംശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും തരാൻ നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തു. അത്തരത്തിൽ ചർച്ചകൾ സജീവമായി നിൽക്കുന്ന സമയത്താണ് എന്താണെങ്കിലും മാത്യു കുഴൽനാടൻ കൂടി ദില്ലിയിലെത്തി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നേരത്തെ അരുൺ വ്യക്തമാക്കിയതുപോലെ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ പരിഗണിക്കുന്ന പേര് കൂടിയാണ് മാത്യു കുഴൽനാടൻ. MLA കൂടിയാണ്, ഒപ്പം ചെറുപ്പക്കാരനാണ്. അത്തരത്തിൽ സഭയുടെ ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. അത്തരം സാമുദായിക സമവാക്യം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പേരുകളിൽ ഒന്നുകൂടിയാണ് മാത്യു എന്ന് എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് മാത്രമായിരിക്കും KPCC അധ്യക്ഷനിലേക്ക് കാര്യങ്ങൾ പോവുക. പക്ഷേ KC വേണുഗോപാൽ എടുക്കുന്ന നിലപാട് ഇതിൽ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, സർക്കാർ രൂപീകരണ സമയത്ത് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KCയുടെ പേര് സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ VD സതീശൻ നറുക്ക് വീണു. ഇനിയിപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷ പദത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും KC പറയുന്ന പേരിനായിരിക്കും ഹൈക്കമാൻഡ് ഒരുപക്ഷെ ഏറ്റവും അധികം പരിഗണന നൽകുക. കൊടിക്കുന്നിൽ സുരേഷ് MP-യുടെ പേര്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട പേരുകൾ KC എടുക്കുന്ന നിലപാടൊക്കെ നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KC വേണുഗോപാലെ മറ്റു പല നേതാക്കളും ഈ അടുത്ത ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നും എടുത്തു പറയേണ്ടതാണ്. ഷാഫി പറമ്പിൽ ശക്തമായി തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് വേണ്ടി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ദില്ലിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി, പ്രത്യേകിച്ച് പാർലമെന്റ് നടക്കുന്ന സമയമാണ്, ദില്ലിയിൽ ഉണ്ട്. ദില്ലിയിലൊക്കെ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മാത്യുവും ദില്ലിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അനുമാനിക്കാം. എന്താണെങ്കിലും KPCC അധ്യക്ഷ ചർച്ചകൾ സജീവമായി തന്നെ ദില്ലിയിലും നാട്ടിലുമൊക്കെ പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ അധ്യക്ഷൻ ഉണ്ടാകും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതിനിടയിൽ നടന്ന കൂടിക്കാഴ്ച ഏറെ നിർണായകവുമാണ്. അരുൺ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരം നൽകിയത്. നോബൽ മാരിക്കാരൻ, ശ്രീകുട്ടി എന്ന ഒരു പ്രേക്ഷക നോബൽ ചേട്ടൻ ഹാപ്പി അഡ്വാൻസ് ഓണം അന്ന് പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോബൽ മാരിക്കാരനും കുറേയധികം ഫാൻസ് ഉണ്ട് കേട്ടു. അപ്പോൾ നോബലിൻ്റെ ഒരു ഫാനാണ് എന്ന് തോന്നുന്നു നമ്മുടെ ശ്രീകുട്ടി. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഒരു ഹാപ്പി ഓണം തിരിച്ചെന്ന് പറഞ്ഞോളൂ. തീർച്ചയായും ഹാപ്പി ഓണം. ശ്രീകുട്ടിക്ക് ഒരിക്കലും ഹാപ്പി ഓണം അഡ്വാൻസ്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ നോബൽ റിപ്പോർട്ട് ചെയ്തതുപോലെ അവരുടെ ചരടുവലികളൊക്കെ വളരെ സജീവമാണ്.